അത് കണ്ടെത്തുന്നവൻ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ദൈവസ്നേഹത്തെ പ്രതി തൻ്റെ ജീവനും ജീവിതവും തിരുസഭയ്ക്കും ലോകം മുഴുവനുമായി നൽകി ലോകത്തിൽ ആയിരുന്നുകൊണ്ട് ഈശോയുടെ സ്വന്തമായിരിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നു. ക്രിസ്തുരാജ ഇടവകയുടെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടേണ്ട പേരാണ് സിസ്റ്റർ ലിഡിയയുടേത്. 2021 നവംബർ 20 എന്നേക്കുമായി തന്നെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സന്യാസ ജീവിതത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണ ജീവിതം സിസ്റ്റർ ലിഡിയ ആരംഭിച്ചിരിക്കുന്നു. 75 പരം വർഷങ്ങളുടെ ചരിത്രമുള്ള നമ്മുടെ ഇടവകയുടെ ഏക സന്യസ്ത ദൈവവിളിയാണ് സിസ്റ്റർ ലിഡിയ. വെല്ലുവിളികളുടെ ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സന്യാസത്തെ സധൈര്യം ഏറ്റെടുത്തതിന് അനുമോദിക്കുന്നതിനും പ്രാർത്ഥനാ ആശംസകൾ നേരുന്നതിനുമാണ് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ ചടങ്ങിന് സ്വാഗതം അർപ്പിക്കുന്നതിനായി നമ്മുടെ പാരിഷ് കൗൺസിൽ സെക്രട്ടറി ശ്രീ സിജു ഇഗ്നേഷ്യസിനെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട കോഴിക്കോട് രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെൻസൺ പുത്തൻവീട്ടിൽ, ഫാദർ ഇ.പി. മാത്യു പ്രൊവിൻഷ്യൽ, സിസ്റ്റർ ലിദിയ, ഫാദർ സൂരജ് ഡൊമിനിക്, സിസ്റ്റേഴ്സ്, ഇടവക ജനങ്ങളെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുരാജ ഇടവകയിലെ സെന്റ് ജോസഫ് കുടുംബ യൂണിറ്റ് അംഗമായ സിസ്റ്റർ ലിദിയ ഇന്നലെ നേതൃത്വം സ്വീകരിച്ച് സിസ്റ്റർ ലിദിയയ്ക്ക് അനുമോദനങ്ങൾ ആശംസിക്കുവാൻ വേണ്ടി കൂടിയിരിക്കുന്ന ഈ വേളയിൽ സ്വാഗതം അർപ്പിക്കുക എന്ന കർത്തവ്യത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉള്ളത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സ്നേഹബഹുമാനപ്പെട്ട കോഴിക്കോട് രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെൻസൺ പുത്തൻവീട്ടിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. ഇടവക ജനങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരായ സിസ്റ്റർ ലിദിയയെ ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യും. ഫാദർ ഇ.പി. മാത്യു പ്രൊവിൻഷ്യൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വികാരിയച്ഛനായ ഫാദർ സൂരജ് ഡൊമിനിക്, സിസ്റ്റേഴ്സ്, ഇടവക ജനങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സിസ്റ്റർ ലിദിയയ്ക്ക് മുൻപോട്ടുള്ള സമർപ്പണ ജീവിതത്തിൽ ഇടവക ജനങ്ങളുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്രിസ്തുരാജന്റെ പെരുന്നാൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം. നമുക്ക് ഏവർക്കും സ്വാഗതം അർപ്പിച്ച ശ്രീ സിജു ഇഗ്നേഷ്യസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആശംസ അർപ്പിക്കുവാൻ മോൺസിഞ്ഞോർ ജെൻസൺ പുത്തൻവീട്ടിലിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു പ്രസംഗം കേട്ടതിന്റെ ക്ഷീണം നിങ്ങളുടെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് വലിയൊരു പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നിരുന്നാലും ഫ്രാൻസിസ് പാപ്പ വൈദികനായതിനു ശേഷം തന്റെ സ്വന്തം ഗ്രാമത്തിലൂടെ നടന്നു നീങ്ങിയപ്പോൾ ഒരു കർഷകൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞു അത്രേ: നല്ല ഒരു വൈദികനും മനുഷ്യനുമാണ് അച്ഛൻ. അത് ഏറ്റവും വലിയൊരു കോംപ്ലിമെന്റ് ആയിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതിനുശേഷം അദ്ദേഹം ഇങ്ങനെയും കൂടി പറഞ്ഞു, അങ്ങനെ തന്നെ എന്നും ആകട്ടെ. അതായിരുന്നു ആ ഒരു കർഷകന്റെ ആശംസ. സിസ്റ്റർ ലിദിയയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മലാപ്പറമ്പ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണ്. രൂപതയെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമാണ്. കാരണം രൂപതയുടെ കേന്ദ്രമുള്ള ഈ ഒരു മലാപ്പറമ്പിൽ ഒരു ദൈവവിളി സന്യസ്ത ജീവിതത്തിലേക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെയധികം അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. അങ്ങനെയുള്ള ഈ നിമിഷത്തിൽ ഞങ്ങൾ എല്ലാവരും സന്തോഷിക്കുന്നു. ഒത്തിരി കഴിവുകളുള്ള, എന്നും ചാരിറ്റീസ് കോൺഗ്രിഗേഷന് മാത്രമല്ല സഭയ്ക്ക് തന്നെ മുതൽക്കൂട്ടായേക്കാവുന്ന ഒരു സന്യസ്തയാണ് സിസ്റ്റർ ലിദിയ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും സിസ്റ്റർ ലിദിയയെ കുറിച്ച് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. എന്നും
ഇങ്ങനെ തന്നെ ആകട്ടെ എന്നുള്ളതാണ് ഈ ഉള്ളവരുടെ ആശംസ. താങ്ക് യു. താങ്ക് യു ഫാദർ. അടുത്തതായി ആശംസ അർപ്പിക്കുവാൻ ഫാദർ സൂരജ് ഡൊമിനിക് SG ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജനസംഘത്തിൽ വീട്ടിൽ സിസ്റ്റർ ലിഡിയ, ഫാദർ EP മാത്യു, സിജു ഇഗ്നേഷ്യസ്, ശ്രീകുമാരിയും, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പാരിഷ് കൗൺസിൽ അംഗങ്ങളെ, ഇടവക ജനങ്ങളെ, ഇടവകയെ സംബന്ധിച്ച് വലിയ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സിസ്റ്റർ ലിഡിയ ഇന്നലെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹത്തിൽ നിത്യവ്രത വാഗ്ദാനം സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഇടവകയെ സംബന്ധിച്ച് അത് ദൈവത്തിൻ്റെ വലിയ കൃപയുടെ നിമിഷങ്ങളായിരുന്നു കണക്കാക്കാവുന്നതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇടവകയ്ക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്. ഏകദേശം 80-90 വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ ഇടവക ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇടവകയായി തന്നെ ഉണ്ടെങ്കിൽ ആദ്യകാലത്ത് ഇവിടെ ദിവ്യബലിയർപ്പണം ആരംഭിച്ചിട്ട് തന്നെ അത്രമാത്രം വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ജനസനസ് സൂചിപ്പിച്ചതുപോലെ ധാരാളം സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്ന ഒരു ഇടവകയാണിത്. നമ്മളെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് സിസ്റ്റർ ലിഡിയായ ഒരു സന്യസ്തി നമുക്ക് ലഭിക്കുന്നത്. അതിൽ അഭിമാനിക്കാം, ആനന്ദിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത്. തന്നെ സന്ദർശിക്കാൻ വന്ന സന്യസ്തരോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ആനന്ദത്തിന്റെ പ്രവാചകനായിട്ട് മാറണം. കാരണം അപ്രകാരമുള്ള സന്യസ്തരെയാണ് നമുക്ക് ആവശ്യം. നമ്മൾ ജീവിക്കുന്ന മേഖലയിൽ, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നവരായി തീരുവാനാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആഴമായ ദൈവിക അന്വേഷണങ്ങളുടെ അവസാനം സ്വയം പരിത്യജിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. സിസ്റ്റർ ലിഡിയ തീർച്ചയായിട്ടും ആ ദൈവവിളി സ്വീകരിക്കുന്നത് ഈ ഇടവകയിൽ നിന്നാണ്. ആ ദൈവിക അന്വേഷണങ്ങളുടെ ആരംഭം കുറിച്ച് തീർച്ചയായിട്ടും ഈ ഇടവകയ്ക്ക് ഒരു പങ്കുണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. പിന്നീട് തൻ്റെ പരിശീലന കാലയളവിൽ ആ അന്വേഷണത്തെ ആഴപ്പെടുത്തുകയും അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ, അതിൻ്റെ എല്ലാം ഒരു പരിസമാപ്തി എന്ന നിലയിൽ ക്രിസ്തുവിന് തന്നെ പൂർണ്ണമായിട്ടും അർപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ സമർപ്പണം ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെതായ മാറിയ ഈ സന്തോഷ ദിനത്തിൽ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും സിസ്റ്റർ നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയിലേക്ക്, നമ്മുടെ യുവജനങ്ങൾക്ക് സിസ്റ്റർ ഒരു പ്രചോദനമായി തീരട്ടെ. ധാരാളം ദൈവവിളികൾ നമ്മുടെ ഇടവകയിൽ നിന്ന് ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ഫാദർ. ഇടവകയുടെ സ്നേഹോപഹാരം സ്വീകരിക്കാൻ സിസ്റ്റർ ലിഡിയെ ക്ഷണിക്കുന്നു. ഉപഹാരം സമർപ്പിക്കാനായി ഇടവക വികാരി ഫാദർ സൂരജ് ഡൊമിനിക് SGയെയും EP മാത്യു SGയെയും ക്ഷണിക്കുന്നു. മറുപടി പ്രസംഗത്തിനായി സിസ്റ്റർ ലിഡിയെ ക്ഷണിക്കുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട ജൻസൺ അച്ഛ, സൂരജ് അച്ഛ, മാത്യു അച്ഛ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സും, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇന്നത്തെ ദിവസം ഇത്ര മനോഹരമാക്കിയതിനും ഇത്രയും ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാക്കി മാറ്റിയതിനും ഒരുപാട് നന്ദി. എങ്കിലും ക്രിസ്തുരാജന്റെ ഈ തിരുനാൾ എൻ്റെ സന്തോഷത്തിലും കൂടി പങ്കുകൊള്ളാൻ എന്നെ ഇവിടെ കൂട്ടിച്ചേർത്തതിനും ഈ അവസരം എനിക്ക് ഒരുക്കിയ ദൈവത്തിനും ഒരുപാട് നന്ദി. ആമുഖത്തിൽ കേട്ട ഒരു വാചകം ഞാൻ കടമെടുത്തോട്ടെ. ക്രിസ്തു അവന്റെ വിലയേറിയ തിരുരക്തത്താൽ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തിരിക്കുന്നു.
എങ്കിലും അല്പം സ്വാർത്ഥതയോടെ ഞാൻ പറയട്ടെ, എന്നെ വീണ്ടെടുത്ത് അവൻ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്നലത്തെ എൻ്റെ നിത്യവ്രത വാഗ്ദാനത്തിലൂടെ ഞാൻ അവൻ്റേത് മാത്രമായി തീർന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒത്തിരി സ്നേഹവുമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഈ ജീവിതത്തിലേക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ കാറ്റഗിസം ടീച്ചേഴ്സ്, ഞാൻ കണ്ടു വളർന്ന ഒരുപാട് മുഖങ്ങൾ എനിക്ക് മുന്നിൽ ഇപ്പോഴുണ്ട്, രണ്ടു വശത്തുമായിട്ട്. എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഇങ്ങനെയൊരു ജീവിതം തിരഞ്ഞെടുത്തു എന്നറിഞ്ഞ നിമിഷം മുതൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്ത ഒരുപാട് പേരിവിടെയുണ്ട്. സാഹസികതകൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഇത്തരം ഒരു ജീവിതത്തിലേക്കും സാഹസികതകൾ ഒരുപാട് ആവശ്യമാണെന്ന് ഒരു മെസ്സേജ് ഞാൻ നൽകട്ടെ. ഈ സാഹസികത സ്വയം ഏറ്റെടുക്കാൻ ഇനിയും ഒരുപാട് യുവജനങ്ങൾ മുന്നോട്ട് വരണം. മക്കൾ ഒന്നേ ഉള്ളൂ രണ്ടേ ഉള്ളൂ എന്നുള്ളത് നമുക്കൊരിക്കലും ഒരു തടസ്സമല്ല. എൻ്റെ മമ്മയ്ക്ക് പപ്പയ്ക്കും ഞാനും എൻ്റെ ഒരു ചേട്ടനും മാത്രമേ ഉള്ളൂ. എങ്കിലും എന്നെ ഈശോയ്ക്ക് കൊടുക്കാൻ എൻ്റെ പേരൻസ് ആദ്യമൊക്കെ ഒരുപാട് വിഷമമായിരുന്നെങ്കിലും പിന്നീട് ഞാൻ തിരഞ്ഞെടുത്ത വഴി നല്ലതാണെന്നുള്ള തികഞ്ഞ ബോധ്യത്തിൽ എന്നെ ഈശോയ്ക്ക് കൊടുക്കാൻ അവർ തയ്യാറായി. ഇന്ന് എൻ്റെ വിശുദ്ധരായ ബർത്തലോമിയോടും ഇഞ്ചൻസിയോടും ഒപ്പം സ്വർഗത്തിലിരുന്ന് എൻ്റെ പപ്പ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ സന്യാസ സമൂഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങി ഞങ്ങൾക്ക് തരികയും ചെയ്യും. എൻ്റെ മമ്മയും എൻ്റെ ചേട്ടനും ഇപ്പം എൻ്റെ കൂടെയുണ്ട്. അവരും ഒത്തിരി സന്തോഷത്തിലാണ്. ഇന്നത്തെ ഈ ദിവസം ഇത്രയും മനോഹരമാക്കാനും ഇന്നലെയാണെങ്കിലും ഇനി നാളെ ഒരു താങ്ക്സ് ഗിവിംഗ് കുർബാന കൂടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇത്ര മനോഹരമാക്കാനും എൻ്റെ പപ്പ മരിച്ച നിമിഷം മുതൽ ഇന്ന് വരെ എൻ്റെ ഒരു കാര്യത്തിനും ഒരു കുറവില്ലാതെ എന്നെ നോക്കുന്ന എൻ്റെ ചേട്ടനും എല്ലാവർക്കും, എൻ്റെ മമ്മയ്ക്കും എൻ്റെ പ്രാർത്ഥനയിലൂടെയും ഒത്തിരി ത്യാഗങ്ങളിലൂടെയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ മമ്മയ്ക്കും എൻ്റെ എല്ലാ ഓരോ കുടുംബാംഗങ്ങൾക്കും, പിന്നെ ഇവിടെ എന്നെ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആൻഡോച്ചൻ, രാജുവച്ചൻ, ഇപ്പോൾ സൂരജച്ചൻ, എല്ലാവർക്കും എൻ്റെ ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു ഫോർ എവരിതിങ്. താങ്ക് യു സിസ്റ്റർ. ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കാനായി പാരിഷ് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ശ്രീമതി മറിയമ്മയെ ക്ഷണിക്കുന്നു. സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സന്യസ്ത സഭയിലേക്ക് നിത്യപരത വാഗ്ദാനം സ്വീകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ലിഡിയയ്ക്ക് സ്വീകരണവും അനുമോദനവും നൽകുന്നതിനായി സംഘടിപ്പിച്ച ഈ ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുകയും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്ത സ്നേഹബഹുമാനപ്പെട്ട കോഴിക്കോട് രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെൻസൺ പുത്തൻവീട്ടിന് പാരിഷിന്റെ പേരിൽ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ക്രൈസ്റ്റ് നമ്മുടെ ഇടവക വികാരി ഫാദർ സൂരജ് ഡൊമിനിക് എസ്റ്റേക്ക് ഇടവകയുടെ പേരിൽ നന്ദി സമർപ്പിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൽ സാന്നിധ്യം കൊണ്ട് നമ്മളെ തൃപ്തരാക്കിയ ഫാദർ EP മാത്യു അച്ഛന് പാരിഷ് കൗൺസിലിന്റെ പേരിൽ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തുകയും ഇടവകയുടെ സ്നേഹോപകാരം സ്വീകരിക്കുകയും ചെയ്ത സിസ്റ്റർ ലിഡിയയ്ക്ക് പാരിഷ് കൗൺസിലിന്റെ പേരിൽ നന്ദി സമർപ്പിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൽ സിസ്റ്ററിന്റെ കൂടെ ഇവിടെ സന്നിധിയിലായിരിക്കുന്ന സിസ്റ്ററിന്റെ കുടുംബാംഗങ്ങൾക്കും മറ്റ് എല്ലാ സിസ്റ്റേഴ്സിനും പാരിഷ് കൗൺസിലിന്റെ പേരിൽ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞ പാരിഷ് സെക്രട്ടറി ശ്രീ സിജു ഇഗ്നേഷ്യസിനും നന്ദി സമർപ്പിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൽ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും പാരിഷ് കൗൺസിലിന്റെ പേരിൽ നന്ദി പറയുന്നു. കൂടാതെ സിസ്റ്റർ ലിഡിയ ഈ ക്രൈസ്റ്റ് ഹോളിൽ മാത്രമല്ല നമ്മുടെ സെന്റ് ജോസഫ്സ് യൂണിറ്റിൽ കൂടി ഒരു അംഗമാണ്. അപ്പോൾ സിസ്റ്റർക്ക് സെന്റ് ജോസഫ്സ് യൂണിറ്റിന്റെ ഒരു സ്നേഹോപകാരം സമർപ്പിക്കുന്നതിനായിട്ട് സെന്റ് ജോസഫ്സ് യൂണിറ്റ് സെക്രട്ടറി ശ്രീ സാലി ജോണിനെയും ട്രഷറർ സുസന്ന ജസ്റ്റിനെയും ക്ഷണിക്കുന്നു. ഉപഹാരം സ്വീകരിക്കാനായി സിസ്റ്ററിനെ ക്ഷണിക്കുന്നു.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.